Reliance Industries. ഇന്ന് റിലയൻസ് എന്ന പേര് കേൾക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. പെട്രോൾ മുതൽ ഫോൺ വരെ, സൂപ്പർ മാർക്കറ്റ് മുതൽ TV വരെ ഈ ബ്രാൻഡ് എല്ലായിടത്തും ഉണ്ട്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം ഇതാണ്: ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് മാഗ്നറ്റായി മാറിയത്? അതും 1960കളിൽ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാലത്ത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഏകദേശം ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 88%. ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ മാസങ്ങളോ ചിലപ്പം വർഷങ്ങൾ വരെയോ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യാതൊരു ബിസിനസ് പാരമ്പര്യവും ഇല്ലാത്ത ധീരുഭായ് അംബാനിക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചത്? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ട്രാറ്റജീസ്? ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ധീരുഭായ് അംബാനിയുടെ ആരും പറയാത്ത ചില ബിസിനസ് തന്ത്രങ്ങളെക്കുറിച്ചാണ്. ഈ കഥ തുടങ്ങുന്നത് 1958 യമനിലാണ്. മിഡിൽ ഈസ്റ്റിൽ അന്ന് യമൻ ഒരു ബ്രിട്ടീഷ് കോളനിയായിരുന്നു. അവിടെ ഒരു പെട്രോൾ പമ്പിലെ സാധാരണ ക്ലർക്കായിരുന്നു ധീരുഭായ്. 12 മണിക്കൂർ ജോലി ചെയ്യുക, തിരിച്ചു പോവുക, ഇതൊക്കെയാണ് മറ്റുള്ളവരുടെ രീതി. എന്നാൽ ധീരുഭായ് ഭയങ്കരമായ വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം വെറുതെ ജോലി ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം യമനിലെ മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം അവിടെ നിന്ന് പഠിച്ചു തുടങ്ങുകയായിരുന്നു. അവിടെയുള്ള അറബികളുമായി നല്ല ബന്ധം സ്ഥാപിച്ചു. അദ്ദേഹം അവരുടെ ഭാഷ നന്നായി പഠിച്ചു. യമനിലെ തെരുവുകളിലൂടെ നടന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം അന്ന് ശ്രദ്ധിക്കുകയുണ്ടായി: ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ, അതായത് സ്പൈസസ്, അവിടെ വലിയ വിലക്ക് വിൽക്കുന്നു. ഏലക്ക, ഗ്രാമ്പു, മഞ്ഞൾ, ഇഞ്ചി പോലുള്ളവ. യമനിലെ വ്യാപാരികളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അന്ന് വേറൊരു കാര്യം മനസ്സിലായി: സ്പൈസസ് ട്രേഡിംഗ് എന്നത് ഒരു ലോ റിസ്ക് ഹൈ മാർജിൻ ബിസിനസ് ആയിരുന്നു. ഈ ഒരൊറ്റ തിരിച്ചറിവിലാണ് ഇന്ത്യയുടെ ബിസിനസ് ചരിത്രം തന്നെ ഇനി മാറാൻ പോകുന്നത്. അദ്ദേഹം തിരികെ ഇന്ത്യയിലേക്ക് വരുന്നു. പക്ഷേ പുള്ളി ഗുജറാത്തിലേക്കല്ല പോയത് കേട്ടോ. ഇന്ത്യയുടെ വ്യാപാര തലസ്ഥാനമായ മുംബൈയിലേക്കായിരുന്നു. അവിടെ അദ്ദേഹം തൻ്റെ ആദ്യത്തെ കമ്പനി തുടങ്ങുകയാണ് ഉണ്ടായത്: റിലയൻസ് കൊമേഴ്ഷ്യൽ കോർപ്പറേഷൻ. ഇന്ത്യയിൽ നിന്ന് സ്പൈസസ് വാങ്ങി യമനിലേക്കും മറ്റ് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുക, ഇതായിരുന്നു തുടക്കം. ഈ ഒരു ബിസിനസ്സിലൂടെ അദ്ദേഹത്തിന് നല്ല ക്യാഷ് ഫ്ലോ കിട്ടി തുടങ്ങി. ഇനിയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. അക്കാലത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ സ്കീം പ്രഖ്യാപിക്കുന്നു: ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് സർക്കാർ ഇൻസെൻറ്റീവ് നൽകും. ഇത് കേട്ടതും ധീരുഭായ് തൻ്റെ ഫോക്കസ് സ്പൈസസിൽ നിന്നും ടെക്സ്റ്റൈലിലേക്ക് മാറ്റുകയുണ്ടായി. കോട്ടൺ, നൈലോൺ, വിസ്കസ് പോലുള്ള നൂലുകൾ അദ്ദേഹം എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ 60കളുടെ മധ്യത്തിൽ ഗവൺമെൻറ് കളി ഒന്ന് മാറ്റി ചവിട്ടുന്നു. അന്ന് പുതിയൊരു എക്സ്പോർട്ട് നിയമം കൊണ്ടുവരികയാണ്: എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീം. ഇതെന്താണെന്ന് വളരെ ലളിതമായി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് 100 രൂപയുടെ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം 100 രൂപയുടെ ഒരു സാധനം ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ 1000 രൂപയുടെ സാധനം പുറത്തേക്ക് കയറ്റി അയച്ചാൽ നിങ്ങൾക്ക് 1000 രൂപയുടെ ഇമ്പോർട്ട് ക്രെഡിറ്റ് കിട്ടും. ഈ ക്രെഡിറ്റ് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയൂ. ഈ ഒരു നിയമം വന്നതോടെ ഇന്ത്യയിലെ സാധാരണ ഇമ്പോർട്ടേഴ്സ് എല്ലാം വലിയ രീതിയിൽ പ്രതിസന്ധിയിലായി. കാരണം അവർക്ക് എക്സ്പോർട്ട് നെറ്റ്വർക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഓൾറെഡി സ്പൈസസും കോട്ടണും എന്നിവ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ധീരുഭായിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിലും ധാരാളം ഇമ്പോർട്ട് ക്രെഡിറ്റ്സ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് മറ്റുള്ള വ്യാപാരികളെല്ലാം കോട്ടണും സിൽക്കും പോലുള്ള സുരക്ഷിതമായ തുണിത്തരങ്ങൾ ഇമ്പോർട്ട് ചെയ്തപ്പോൾ ധീരുഭായ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി: സിന്തറ്റിക് ഫൈബേഴ്സ്. വരും കാലങ്ങളിൽ ഇന്ത്യയിലെ മാർക്കറ്റ് സിന്തറ്റിക് ഫൈബേഴ്സ് കീഴടക്കുമെന്ന് ധീരുഭായ് മുൻകൂട്ടി കണ്ടു. അത് ഇമ്പോർട്ട് ചെയ്യാനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് തന്നെ തനിക്കിത് പ്രീമിയം വിലയ്ക്ക് ഇന്ത്യയിൽ വിൽക്കാൻ കഴിയുമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇനിയാണ് ധീരുഭായ് എന്ന ബിസിനസ്സുകാരനിലെ ജീനിയസിനെ നമ്മൾ കാണാൻ പോകുന്നത്. പോളിസ്റ്റർ ഇറക്കുമതി ചെയ്യാനുള്ള ഇമ്പോർട്ട് ക്രെഡിറ്റ്സ് നേടാനായി അദ്ദേഹം തൻ്റെ എക്സ്പോർട്ട് സാധനങ്ങൾ നഷ്ടത്തിൽ വിൽക്കാൻ തുടങ്ങി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, നഷ്ടത്തിൽ തന്നെ അദ്ദേഹം വിറ്റു. ഇതെങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ശാന്താറാം എന്നൊരു സാധാരണ വ്യാപാരി ഉണ്ടെന്ന് കരുതുക. അയാൾ 1 ടൺ ഏലക്ക 1000 രൂപയ്ക്ക് വാങ്ങി. ഏറ്റവും നല്ല വില കിട്ടാനായി ദിവസങ്ങളോളം കാത്തിരുന്ന് 1100 രൂപയ്ക്ക് വിൽക്കുന്നു. 100 രൂപ ലാഭം. ആ 1100 രൂപയുടെ ക്രെഡിറ്റ് ഉപയോഗിച്ച് അയാൾക്ക് പോളിസ്റ്റർ വാങ്ങി ഇന്ത്യയിൽ വിൽക്കാൻ കഴിയും. ഇതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ പ്രോസസ്സ് വളരെ പയ്യെ മാത്രമേ നടക്കത്തുള്ളൂ. എന്നാൽ ധീരുഭായ് ചെയ്തത് എന്താണെന്നറിയാവോ? മാർക്കറ്റിൽ എല്ലാവരും 1000 രൂപയ്ക്ക് ഏലക്ക വാങ്ങുമ്പോൾ ധീരുഭായ് 1100 രൂപ കൊടുത്ത് ഏലക്ക വാങ്ങുന്നു. എന്നിട്ട് 1200 രൂപയ്ക്ക് വിൽക്കുന്നതിന് പകരം വെറും 1000 രൂപയ്ക്ക് യമനിലെ വ്യാപാരിക്ക് വിറ്റു. ഇന്ത്യയിലെ കച്ചവടക്കാരൻ സന്തോഷത്തോടെ ധീരുഭായിക്ക് സാധനം കൊടുക്കും. കാരണം എന്താണ്? അയാൾക്കാണ് ഏറ്റവും വലിയ വില കിട്ടുന്നത്. യമനിലെ കച്ചവടക്കാരനും സന്തോഷത്തോടെ തന്നെ അത് വാങ്ങും. കാരണം എന്താണ്? അയാൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് കിട്ടുന്നത്. ഈ കച്ചവടത്തിൽ ധീരുഭായിക്ക് 1 ടണ്ണിന് 100 രൂപ നഷ്ടമാണ്. ഇത് കണ്ട് പലരും അദ്ദേഹത്തെ ഒരു മണ്ടൻ വ്യാപാരി എന്ന് വരെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ അവർ കാണാത്തൊരു കിഡിലൻ മാസ്റ്റർ പ്ലാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റുള്ളവർ നല്ല വിലയ്ക്ക് വേണ്ടി ആഴ്ചകളോളം കാത്തിരിക്കുമ്പോൾ ധീരുഭായ് വെറും 2 ദിവസം കൊണ്ട് തൻ്റെ കച്ചവടം പൂർത്തിയാക്കി ഇമ്പോർട്ട് ക്രെഡിറ്റ്സ് നേടും. അതായത് അദ്ദേഹത്തിന് ക്യാപിറ്റൽ റൊട്ടേഷൻ വളരെ വേഗത്തിൽ നടക്കും. 1 മാസം കൊണ്ട് ശാന്താറാം 4400 രൂപയുടെ പോളിസ്റ്റർ ഇറക്കുമതി ചെയ്യുമ്പോൾ ധീരുഭായിക്ക് 13000 രൂപയുടെ പോളിസ്റ്റർ ഇറക്കുമതി ചെയ്യാൻ കഴിയും. ഇനി ലാഭത്തിൻ്റെ കണക്കിലേക്ക് നമുക്ക് വരാം. സ്പൈസസിൽ കിട്ടുന്ന ലാഭം വെറും 10 തൊട്ട് 20% വരെ എന്ന് കരുതുക. എന്നാൽ
പോളിസ്റ്ററിന് 100 മുതൽ 300% വരെ മാർജിൻ ഉണ്ടായിരുന്നു. അതായത് എക്സ്പോർട്ടിൽ 100 രൂപ നഷ്ടം സഹിക്കുമ്പോൾ ആ ക്രെഡിറ്റ് വെച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന പോളിസ്റ്ററിൽ നിന്നും അദ്ദേഹം 900 മുതൽ 1900 രൂപ വരെ ലാഭമുണ്ടാക്കി. ഇതൊരു കിടിലൻ തന്ത്രം തന്നെയായിരുന്നു. ഈ ഒരൊറ്റ സ്ട്രാറ്റജി കൊണ്ട് 3 കാര്യങ്ങളാണ് അന്ന് സംഭവിച്ചത്. ഒന്ന്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ക്രെഡിറ്റ്സ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ അളവിൽ ഇന്ത്യയിലേക്ക് പോളിസ്റ്റർ ഇറക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പോളിസ്റ്റർ സ്റ്റോക്കുള്ള ആളായിട്ട് ധീരുഭായ് മാറി. 3, പോളിസ്റ്ററിലെ ഭീമമായ ലാഭം അദ്ദേഹത്തെ അതിവേഗ സമ്പന്നനാക്കി. അന്ന് ധീരുഭായ് കൊണ്ടുവന്നിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഫോർവേഡ് ഇന്റഗ്രേഷനും വിമൽ എന്ന ബ്രാൻഡിങ്ങിലെ മാജിക്കും നമുക്ക് നോക്കാം. 1964 ആയപ്പോഴേക്കും ബോംബെയിലെ നൂൽ വിപണിയിൽ ധീരുഭായ് അംബാനി തന്റെ പേര് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെയൊക്കെ നിർത്തിയില്ല. നാളെ ഗവൺമെന്റ് ഈ നിയമം മാറ്റി വേറൊരു നിയമം കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ മറ്റൊരാൾ അദ്ദേഹം ചെയ്തതുപോലെ തന്നെ ചെയ്ത് പോളിസ്റ്റർ വിൽക്കാൻ വന്നാലോ? തൻ്റെ ലാഭം ഇല്ലാതാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരു കമ്മോഡിറ്റി വിൽക്കുന്നത് അയാൾക്ക് എപ്പോഴും വിലയുടെ കാര്യത്തിൽ ഒരു യുദ്ധം നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങൾ 500 രൂപയ്ക്ക് വിൽക്കുന്ന അതേ സാധനം നാളെ മറ്റൊരാൾ 450 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് വില കുറയ്ക്കേണ്ടി വരിക സ്വാഭാവികമാണ്. ഇതിനെ നമ്മൾ പ്രൈസ് വാർ എന്നൊക്കെ പറയാം. ഈ പ്രൈസ് വാറിൽ നിന്നും രക്ഷപ്പെടാൻ ധീരുഭായ് ഒരു പുതിയ വഴി കണ്ടുപിടിച്ചു. അതാണ് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ. അതായത് പോളിസ്റ്റർ എന്ന റോ മെറ്റീരിയൽ വിൽക്കുന്നതിന് പകരം അത് ഉപയോഗിച്ച് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുക. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഷർട്ടുകളായിരുന്നു. അദ്ദേഹം ഷർട്ടുകളും പാൻസും വിൽക്കാൻ തുടങ്ങി. ഇതിൻ്റെ ലാഭം എത്രത്തോളം വർദ്ധിച്ചു എന്ന് നമുക്കൊരു ചെറിയ കണക്കിലൂടെ നോക്കാം. 400 രൂപയുടെ തുണി വിറ്റാൽ 60 രൂപ ലാഭം കിട്ടുമായിരുന്ന സ്ഥാനത്ത് അതിനൊരു ഷർട്ടാക്കി മാറ്റുമ്പോൾ ലാഭം 320 രൂപയായിട്ട് മാറുന്നു. പക്ഷേ പ്രശ്നം ഇവിടെ തീരുന്നില്ല. ഒരു വെള്ള ഷർട്ട് ഒരു കമ്മോഡിറ്റിയാണ്. ധീരുഭായ് 960 രൂപയ്ക്ക് വിൽക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് 900 രൂപയ്ക്ക് വിൽക്കാൻ കഴിയും. രണ്ടും പ്രൈസ് വാർ തന്നെ. ഈ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ അദ്ദേഹം അന്ന് ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു ബ്രാൻഡിനെ സൃഷ്ടിച്ചെടുത്തു. അതായിരുന്നു വിമൽ. അദ്ദേഹം വെറുതെ ഷർട്ടിൽ ഒരു വിമൽ ലേബൽ ഒട്ടിക്കുകയല്ല ചെയ്തത്. ആ ബ്രാൻഡിനെ ഒരു സെൻസേഷനാക്കി മാറ്റി. അതിനന്ന് അദ്ദേഹം 1 കോടി രൂപയാണ് മാർക്കറ്റിങ്ങിനായി മാത്രം ചെലവഴിച്ചത്. 1987 ക്രിക്കറ്റ് വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്തത് വിമലായിരുന്നു. രവി ശാസ്ത്രി, വിവിയൻ റിച്ചാർഡ്, അലൻ ബോർഡർ എന്നിവരെല്ലാം ഒരേ പരസ്യത്തിൽ അദ്ദേഹം വന്ന് കൊണ്ടുവന്നു. ഇതിലൂടെ അദ്ദേഹം 2 കാര്യങ്ങൾ നേടിയെടുത്തു. ഒന്ന്, കമ്മോഡിറ്റി വിൽക്കുന്നതിന് പകരം ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് വിൽക്കാൻ തുടങ്ങി. 2, ബ്രാൻഡ്സ് കുറവായിരുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ വിമൽ ഒരു ആസ്പിറേഷണൽ ബ്രാൻഡായിട്ട് മാറി. അതോടെ സാധാരണ ഷർട്ടിനേക്കാളും വില കൂടുതലാണെങ്കിലും ആളുകൾ വിശ്വസിച്ച് വിമൽ ഷർട്ട്സ് വാങ്ങാൻ തുടങ്ങി. ഇതോടെ ധീരുഭായ് പ്രൈസ് വാറിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്നാൽ ഇതിനെല്ലാം പുറമെ അവസാനം വലിയൊരു വെല്ലുവിളി അദ്ദേഹം നേരിടേണ്ടി വന്നു. അതാണ് ഡിസ്ട്രിബ്യൂഷൻ. അന്ന് ഒരു മാനുഫാക്ചറിന് തങ്ങളുടെ ഉൽപ്പന്നം കടകളിൽ എത്തിക്കണമെങ്കിൽ വൂൾസേലേഴ്സിനെ ആശ്രയിക്കണമായിരുന്നു. എന്നാൽ ബോംബെ ഡൈയിങ്, റെയ്മണ്ട് പോലുള്ള വലിയ ബ്രാൻഡ്സിനെ സഹായിക്കാനായിട്ട് വൂൾസേലേഴ്സ് ധീരുഭായ്ക്ക് ഒരുപാട് തടസ്സങ്ങളെന്ന് സൃഷ്ടിക്കുകയുണ്ടായി. അപ്പോൾ ധീരുഭായ് എന്ത് ചെയ്തെന്നറിയാമോ? ഹി ബൈപാസ് ദ വൂൾസേലേഴ്സ്. അദ്ദേഹം നേരിട്ട് റീറ്റെയിലേഴ്സിന്റെ അടുത്തേക്ക് ചെന്നു. അവർക്ക് വൂൾസേലേഴ്സ് നൽകുന്നതിനേക്കാൾ എക്സ്ട്രാ മാർജിൻ ഓഫർ ചെയ്തു. അതോടൊപ്പം സ്വന്തമായി ഒള്ളി വിമൽ എന്ന പേരിൽ റീറ്റെയിൽ ഷോറൂംസും തുറന്നു. ഈ നീക്കം വീണ്ടും അദ്ദേഹത്തിന്റെ ലാഭം വർദ്ധിപ്പിച്ചു. ഇതിന്റെ ഒപ്പം തന്നെ റീറ്റെയിലേഴ്സിനും ലാഭം കൂടുതൽ കിട്ടിത്തുടങ്ങി. വിമൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ഒരു കാട്ടുതീ പോലെ പടർന്നു. 1980 ആയപ്പോഴേക്കും 20 കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള ഔട്ട്ലെറ്റ്സ്, 1000-ലധികം ഫ്രാഞ്ചൈസ് ഔട്ട്ലെറ്റ്സ്, 20,000-ലധികം റീറ്റെയിൽ സ്റ്റോർസ് വഴി റിലയൻസ് തുണിത്തരങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും ലഭ്യമായി. 1970 വെറും 4.9 കോടി രൂപ റവന്യൂ ഉണ്ടായിരുന്ന റിലയൻസ് 10 വർഷം കൊണ്ട് 1980 240 കോടി രൂപയുടെ റവന്യൂ ഉള്ള കമ്പനിയായിട്ട് മാറി. ഏതാണ്ട് 48 ഇരട്ടി വളർച്ച. എങ്ങനെയാണ് ധീരുഭായ് അംബാനി ഇന്ത്യയുടെ പോളിസ്റ്റർ കിങ് ആയി മാറിയെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എന്നാൽ അദ്ദേഹം അവിടെ ഒന്നും നിർത്തിയിരുന്നില്ല. ആ യാത്ര പിന്നീട് ഇന്ത്യയുടെ ഓയിൽ കിങ് ആകുന്നതിലേക്കാണ് അദ്ദേഹത്തെ നയിച്ചത്. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിരുന്നാലും വ്യക്തമായ വിഷനും റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യവും മാർക്കറ്റിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അറിവും ഉണ്ടെങ്കിൽ ആർക്കും വിജയം നേടാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇതുപോലുള്ള ബിസിനസ്സുകളെ പറ്റിയും അതേപോലെ തന്നെ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരാം. ടിൽ ദെൻ